വോളിയം കൂടുതലാണ്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. അല്ല പഠിക്കുമ്പം മനസ്സിലാക്കാൻ പറ്റാത്ത ഭയങ്കരപ്പെട്ട കടുകട്ടി കൺസെപ്റ്റുകളും പ്രിൻസിപ്പിളൊന്നും അല്ല. സാധാരണ കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ദ പ്രോബ്ലം ഈസ് വോളിയം ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും കവർ ചെയ്യുക എന്നുള്ളതിന് അത്രയും ടൈം നമ്മൾ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യണം. അല്ലാതെ ടഫ് ഒന്നും ഒരിക്കലും പറയാൻ കഴിയില്ല. പിന്നെ 50 മാർക്കിന് ഇൻകം ടാക്സും അപ്പുറത്ത് 50 മാർക്കിന് ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ടല്ലോ, IDT ഉണ്ടല്ലോ. അപ്പോൾ ആ IDTയുടെ ഏരിയ നമ്മൾ പഠിക്കണം. ഇൻഡയറക്റ്റ് ടാക്സ് നമ്മൾ കവർ ചെയ്യണം. ഇപ്പോൾ ഡയറക്റ്റ് ടാക്സ് മാത്രം പഠിച്ചാൽ പോരെ, ഇൻഡയറക്റ്റ് ടാക്സും കൂടെ പഠിക്കണം. ഇത് രണ്ടും കൂടി പഠിച്ചാൽ മാത്രമല്ലേ 100 മാർക്കിന് ആവുകയുള്ളൂ. അപ്പോൾ DTയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം IDTയുടെ വോളിയം കുറച്ച് കുറവാണ് എന്ന് വെച്ചാൽ ഒരുപാട് കുറവല്ല DTയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ കുറച്ചുകൂടി തിയറി ഓറിയൻറ്റഡ് അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ നമ്മൾ തിയറി ആയിട്ട് ലോ എഴുതേണ്ടി വരുന്നത് IDTയിലാണ്. DTയിൽ കൂടുതലും ഞാൻ പറഞ്ഞല്ലോ കൂടുതലും പ്രോബ്ലമാണ് ചോദിക്കുക, ഒരു ആപ്ലിക്കേഷൻ മൈൻഡിലാണ് അവർ ചോദിക്കുക. IDTയിലും ആപ്ലിക്കേഷൻ ടൈപ്പാണ്, ബട്ട് തിയറി കുറച്ചുകൂടെ കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അല്ലാതെ ഈ പേപ്പർ ടഫൊന്നുമല്ല. നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികളുണ്ട്. ചില അറ്റംപ്റ്റുകളിൽ പേപ്പർ ടഫാവുന്ന അറ്റംപ്റ്റുകളിലൊക്കെ ചിലപ്പോൾ മേ ബി കൂടുതൽ കുട്ടികൾക്കും ഒരു 60-65 അപ്പുറത്തോട്ടൊന്നും ചിലപ്പോൾ മാർക്ക് പോകാറില്ല, 60-65 ഒക്കെ. പക്ഷേ എളുപ്പമാകുന്ന അറ്റംപ്റ്റുകൾ 70, 72, 77, 82, 83, 89 വരെയൊക്കെ നമ്മുടെ സ്റ്റുഡൻസിന് ഹയസ്റ്റ് മാർക്ക് വന്നിട്ടുണ്ട്. 89 ഏതോ ഒരു അറ്റംപ്റ്റിൽ ഒരു 91 ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് മാക്സിമം വരുന്നത്. അപ്പോൾ ഇതങ്ങനെ ഭയങ്കര ടഫ് പേപ്പർ എന്ന് പറയാൻ കഴിയില്ല. ചില അറ്റംപ്റ്റുകളിൽ നല്ല സ്കോറിംഗ് പേപ്പറാണ്. കാരണം പ്രോബ്ലമൊക്കെ ഒരുപാട് ചോദിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന മേഖലയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത്ര ട്രിക്കി അല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല സ്കോർ ചെയ്യാൻ പറ്റും. കാരണം യൂഷ്വലി പരീക്ഷയ്ക്ക് നമ്മൾ കാണുന്നൊരു ട്രെൻഡ് എന്ന് വെച്ചാൽ 3 പേപ്പറിൻ്റെ ഗ്രൂപ്പിനകത്ത് ഏതെങ്കിലും ഒരു പേപ്പർ അവർ കുറച്ച് നോർമൽ ലെവലിൽ നിന്ന് കുറച്ചുകൂടി ഒന്ന് എബോവ് ലെവലിൽ ഒന്ന് ടഫാക്കും. അപ്പോൾ അങ്ങനെ ആക്കുമ്പോൾ ബാക്കി 2 പേപ്പറുകൾ എളുപ്പമായിരിക്കും. അപ്പോൾ ടാക്സാണ് ടഫാക്കുന്നെങ്കിൽ ബാക്കി പേപ്പർ എളുപ്പമായിരിക്കും. ബാക്കി പേപ്പറിൽ ഏതെങ്കിലും ഒരു പേപ്പറാണ് ടഫാക്കുന്നതെങ്കിൽ ടാക്സ് വിൽ ബി കമ്പാരിറ്റീവ്ലി ഈസി ആയിരിക്കും. അല്ല 3 പേപ്പർ ഒരുപോലെ എളുപ്പമായിട്ട് ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കില്ല. കാരണം ഇതൊരു പ്രൊഫഷണൽ എക്സാം അല്ലേ, എഴുതുന്ന എല്ലാവരും ജയിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒറ്റ കാര്യം ചെയ്യാൻ പറ്റുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ടഫാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. അപ്പം പഠിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയൊന്നും വേണ്ട. എക്സ്ട്രീം ടഫായി ആയാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യണം.